അപ്പം നമ്മൾ മീനാക്ഷിയുടെ കല്യാണത്തിന് പോയായിരുന്നു. വിവഞ്ചികയിൽ വെച്ചായിരുന്നു കല്യാണം. നിങ്ങളെല്ലാവരും പങ്കെടുത്ത് കാണുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയണ്ടേ എന്തെങ്കിലും. ആദ്യം അവിടെ ചെന്നപ്പോഴേ വാതിൽ വെൽക്കം ഡ്രിങ്കും കൊണ്ട് പിള്ളേർ നിൽപ്പുണ്ട്. അത് ആവശ്യത്തിനടുത്ത് കുടിച്ചു. വയറ് നിറഞ്ഞോന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആവശ്യത്തിനടുത്ത് കുടിച്ചു കഴിഞ്ഞ് നമ്മളങ്ങനെ സ്റ്റേജിൻ്റെ അവിടെ ചെന്നു. സ്റ്റേജിൻ്റെ അവിടെ ചെന്ന് നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്നപ്പോഴാണ് സ്റ്റേജിൽ അവർ നിറവിറയും നിലവിളക്കും ഒക്കെ വെക്കുന്നതിൻ്റെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പം ഞങ്ങൾ ആ സൈഡിലോട്ട് നോക്കിയപ്പോൾ ടി വിയിൽ ഇങ്ങനെ അവരുടെ സേവ് ദ ഡേറ്റും അതും ഇതും എല്ലാം കാണിക്കും. അത് കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമായി, നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് ചെറുക്കനെ സ്വീകരിക്കാൻ എല്ലാവരും കൂടെ പോയത്. അപ്പോൾ ചെറുക്കനെ സ്വീകരിച്ച് സ്റ്റേജിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ മോഹിനിയാട്ടക്കാരും, മോഹിനിയാട്ടികൾ എന്ന് പറയാനൊക്കത്തില്ലല്ലോ, മോഹിനിയാട്ടക്കാരെന്നല്ലേ പറയാൻ പറ്റൂ. അങ്ങനെ അവരെല്ലാവരുടെയും എന്തോ ആയാലും ഒരു ആനച്ചന്തം തന്നെ ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളിൽ കൂടെ പങ്കുവെക്കുവാണ് ഞാൻ. നിങ്ങളെല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം, കണ്ടാൽ മാത്രം പോരാ. അപ്പോൾ അങ്ങനെ താലികെട്ട്, മാലയിടിയിൽ എനിക്ക് ഓരോന്നോരോന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാം കണ്ടു. എല്ലാം നല്ല ഭംഗിയായിരുന്നു. ആ മോഹിനിയാട്ടമൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയായിരുന്നു. മീനാക്ഷിയും പയ്യനും അങ്ങ് ചിരിയായിരുന്നു. ചിരി കണ്ടാലേ നമുക്ക് സന്തോഷമാകും. അങ്ങനെ വന്നവരെയും പോയവരെയും എല്ലാവരെയും നിങ്ങൾ കാണാം. എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ അയൽക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ പറയാൻ, നമ്മൾ വേറൊരു കല്യാണം ഇതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് ഉണ്ടായിരുന്നു, നമ്മുടെ നന്ദനയുടെ. അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അമ്മൂൻ്റെ ചാനലിൽ കൂടെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നറിയാം. പിന്നെ നിങ്ങൾ പോയും കാണുമല്ലോ. പിന്നെ മോഹിനിയാട്ടത്തിൻ്റെയൊക്കെ കാര്യം നിങ്ങളെല്ലാം വിശദമായിട്ടൊന്ന് കണ്ടാലേ പറയും. എൻ്റെ പറച്ചിലൂടെ ഒന്നും ഒരു ഭംഗിയും പറ്റത്തില്ല. നിങ്ങൾക്ക് കണ്ടാലേ അത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. നല്ല രസമായിരുന്നു. താലപ്പൊലിയും എല്ലാവരും അണിഞ്ഞൊരുങ്ങി എന്തോ ഒരു ആനച്ചന്തം തന്നെ. എല്ലാവരെയും കാണാനും ഭംഗിയായിരുന്നു. എല്ലാവരും ഒരുങ്ങി എല്ലാം നല്ലതായിരുന്നു. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനും തോന്നുന്നില്ല, അത്ര ഭംഗിയായിരുന്നു. എല്ലാം നല്ല ഐശ്വര്യത്തോടെ പിള്ളേരുടെ 2 പേരുടെയും കല്യാണം നടന്നത്, ആ നന്ദനയുടെയും മീനാക്ഷിയുടെയും. പിന്നെ മീനാക്ഷിയുടെ പയ്യനും മീനാക്ഷി അങ്ങ് ചിരിക്കുടുക്കകളായിരുന്നു, ചിരിച്ചോണ്ട് നിൽക്കുക. അവരെ കണ്ടാൽ തന്നെ അറിയാം നല്ല സന്തോഷമായിട്ട് കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ നമ്മൾ നോക്കി ഇരുന്ന നമ്മുടെ താലികെട്ടെത്തി. നമ്മുടെ താലികെട്ടല്ല, അവരുടെ താലികെട്ട്. അവരുടെ താലികെട്ട് വന്നു. താലി കെട്ടിയാക്കും പയ്യൻ താലി അങ്ങോട്ട് കെട്ടിയപ്പോഴത്തേക്ക് പൂത്തിരി കത്താനും തുടങ്ങി. നോക്ക് എന്തൊരു ഭംഗിയാന്ന്. ആ സൈഡിലെ ടി വിയിൽ കൂടിയാണ് ഞാനിതെല്ലാം കണ്ടത്. ഫ്രണ്ടിൽ ക്യാമറാമാന്മാരെല്ലാം നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അത്ര നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നേ. അപ്പോൾ ഇതിനെ എത്തിക്കുത്തിയൊക്കെ നോക്കിയാൽ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തു. പിന്നെ എന്തുമായാലും നല്ല ആ പൂത്തിരിയും എല്ലാം നല്ല ഭംഗിയായിരുന്നു. എല്ലാം നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന പോലുള്ള ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല ഭംഗിയാണ്. എനിക്ക് അങ്ങനെ പറഞ്ഞു വിശദീകരിക്കാൻ എനിക്ക് ഒന്നും അറിയത്തില്ല. പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കി ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതെന്തുവാണെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്കറിയാം, സദ്യ. ആ സദ്യ ഉണ്ണാനായിട്ട് നോക്കേ പച്ചടി കിച്ചടിയോ. എനിക്ക് കറികളുടെ ഒന്നും പേരറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ലേ. 25 കൂട്ടമാണോ 30 കൂട്ടമാണോ ഒന്നും അറിയാൻ വയ്യ. എല്ലാം വാരി വെട്ടി വിഴുങ്ങി രാജി എല്ലാവരും കൂടെ വലിച്ചു വാരി എന്തൊക്കെയോ തിന്നു. ഈ 3-4 ദിവസം കൊണ്ട് നല്ല സംഭവമായിരുന്നു. ഇനിയും കുറേ ദിവസത്തേക്ക് എന്ത് ചെയ്യും, എങ്ങനെ എന്തോ എടുക്കുമെന്നൊന്നും വിചാരിച്ചിങ്ങനെ വിഷമിക്കുമോ ഞങ്ങൾ 3-4 പേര്. ഞങ്ങൾക്കിങ്ങനെ വിഷമം എന്താണെന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് 3-4 കല്യാണം ഉണ്ടായിരുന്നു. അതെല്ലാം എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. എന്തായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായം പറയണം എല്ലാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.